So before we are starting, we should know about FET. എന്താണ് FET എന്ന് പറഞ്ഞാൽ? FET എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, സോ എന്താണ് ഈ FETയും അതുപോലെ നമ്മുടെ BJTയും തമ്മിലുള്ള മേജർ ഡിഫറൻസ്? സോ അവിടുന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സോ BJT എന്ന് പറയുന്നത് എന്താ? ഒരു കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. അതായത് BJTയുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കൺട്രോൾഡ് ബൈ ഇൻപുട്ട് കറണ്ട്, നോട്ട് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അതായത് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചാൽ അതിൽ ബേസ് കറണ്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ BJT is a current control device, that is output characteristics of the device is controlled by input current and not by the input voltage. Whereas in the case of FET, field effect transistor in the case, it is a voltage control device. FET എന്ന് പറയുന്നത് ഒരു voltage control device ആണ്. That is output characteristics of the device is controlled by input voltage and not by input current. അതായത് FETയുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കൺട്രോൾഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്, നോട്ട് ബൈ ഇൻപുട്ട് കറണ്ട്. വേറാസ് ഇൻ BJT it is a current control device, whereas in BJT output characteristics is controlled by the input current, and in FET the output characteristics is controlled by input voltage. ഓക്കെ, വേറൊരു ഡിഫറൻസ് പറയാന്ന് വെച്ചാൽ BJTയിൽ എന്താ, നമ്മുടെ പവർ കൺസംഷൻ കൂടുതലായിരിക്കും, വേറാസ് ഇൻ ദ കേസ് ഓഫ് FET പവർ കൺസംഷൻ കുറവായിരിക്കും. സോ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, നമുക്ക് മോസ്ഫെറ്റ് മുതലാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, സോ FET രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. വൺ ഈസ് ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് അനദർ വൺ ഈസ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. അതായത് FET രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. വൺ ഈസ് JFET ആൻഡ് അതർ വൺ ഈസ് MOSFET. സോ MOSFET ഈസ് ഓൾസോ കോൾഡ് ആസ് മെറ്റൽ ഓക്സൈഡ് സിലിക്കൺ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഓക്കെ, സോ നമ്മൾ മോസ്ഫെറ്റിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ മോസ്ഫെറ്റ് രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൺ ഈസ് ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് ഓർ D-MOSFET ആൻഡ് അനദർ വൺ ഈസ് എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് ഓർ E-MOSFET. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താ? ഈ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് എന്താ, ഇറ്റ് ക്യാൻ വർക്ക് ഇൻ എൻഹാൻസ്മെന്റ് മോഡ് ഓൾസോ. ഓക്കെ, സോ ഇൻ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഇൻ ബോത്ത് ഡിപ്ലീഷൻ മോഡ് ആൻഡ് എൻഹാൻസ്മെന്റ് മോഡ്. അവിടെ എന്താ, ആദ്യം ഒരു ചാനൽ ഉണ്ടാവും. ഓക്കെ, ആ ചാനൽ ഡിപ്ലീറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ്, ആ ചാനൽ കംപ്ലീറ്റ് ഡിപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വർക്കിംഗ് ഇൻ എൻഹാൻസ്മെന്റ് മോഡ്. സോ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് or D-MOSFET can work in both depletion and enhancement mode. Sometimes it is called as depletion enhancement MOSFET. അതായത് ഈ D-MOSFETനെ തന്നെ നമ്മൾ ചില ടൈമിൽ ഡിപ്ലീഷൻ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് എന്ന് പറയുന്നു. കാരണം ഇവിടെ ഒരു ഇനീഷ്യലി ഒരു ചാനൽ ഉണ്ടാവും, ആ ചാനൽ കംപ്ലീറ്റ് ഡിപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. സോ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് depletion enhancement MOSFET. Whereas in enhancement type MOSFET, it can operate in enhancement mode only. Okay, ഇവിടെ നമ്മൾ ചാനൽ ഇൻഡ്യൂസ് ചെയ്യാണ്. Okay, so this is the basic classification of MOSFET. One is depletion type MOSFET and the other one is enhancement type MOSFET. Okay, now construction of MOSFET ലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന സ്ട്രക്ചർ, ദിസ് ഇസ് എൻ N ചാനൽ D-MOSFET. അതായത് ഒരു N ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ചാനൽ കണ്ടോ, ഇവിടെ N എന്ന് പറയുന്ന ഒരു ചാനൽ ഇവിടെ കാണാം, P എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റ്, P ടൈപ്പിലുള്ള ഒരു സബ്സ്ട്രേറ്റ് കാണാം, N ടൈപ്പിലുള്ള ഒരു ചാനൽ ഇവിടെ കാണാം. ഓക്കെ, ഡ്രെയിനും സോഴ്സിനും അക്രോസ് ഒരു N ടൈപ്പ് ചാനൽ ഇവിടെ കാണാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ മോസ്ഫെറ്റിന്റെ 3 ടെർമിനൽസ് ഏതൊക്കെയായിരുന്നു? ഗേറ്റ്, ഡ്രെയിൻ ആൻഡ് സോഴ്സ്. പിന്നെ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്, ആ സബ്സ്ട്രേറ്റ് ഗേറ്റുമായിട്ട് ഇന്റേണലി കണക്റ്റഡ് ആണ്. സോ വി വിൽ നോട്ട് ടേക്ക് ഇറ്റ് ആസ് എ ടെർമിനൽ. സോ ഡ്രെയിന്, ഗേറ്റ്, സോഴ്സ്, ഇതാണ് മോസ്ഫെറ്റിന്റെ 3 ടെർമിനൽ. അപ്പോൾ ദിസ് ഈസ് ആൻ N ചാനൽ D-MOSFET. ഓക്കെ, ഇനിയിപ്പോൾ ഇത് P ചാനൽ D-MOSFET ആണെങ്കിൽ എങ്ങനെയാണ്? ഇവിടെ N ടൈപ്പ് ഉള്ളതൊക്കെ P ടൈപ്പ് ആവും, P ടൈപ്പ് ഉള്ളതൊക്കെ N ടൈപ്പ് ആവും. അതായത് P ചാനൽ D-MOSFET ആണെങ്കിൽ സബ്സ്ട്രേറ്റ് വിൽ ബി വിത്ത് N മെറ്റീരിയൽ, അതുപോലെ ഇവിടെയുള്ള ചാനൽ വിൽ ബി വിത്ത് P ടൈപ്പ് മെറ്റീരിയൽ, അതായിരിക്കും P ടൈപ്പ് D-MOSFET. സോ ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു
N ടൈപ്പ് D-MOSFET ആണ്. ഇനി ജനറലി ഇതിന്റെ വർക്കിംഗ് നമ്മുടെ മോസ്ഫെറ്റ് അല്ലെങ്കിൽ FETയുടെ വർക്കിംഗ് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ഗേറ്റ് വോൾട്ടേജ് ആണ് ഇവിടെയുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് സപ്ലൈനെ ഇവിടെയുള്ള കറണ്ട് സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഗേറ്റ് വോൾട്ടേജ് ആണ് ഇവിടെയുള്ള കറണ്ട് സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നത്. സോ അത് സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പം എന്താ ഒരു പൈപ്പിലൂട്ട വെള്ളം വരുന്ന കാര്യം ആലോചിക്കുക. ഓക്കെ, പൈപ്പിലൂട്ട വെള്ളം വരുന്നത്. അപ്പോൾ അവിടെ ഒരു ടാപ്പ് ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ ടാപ്പ് എന്തായിട്ട് കൺസിഡർ ചെയ്യും? നമ്മുടെ ഗേറ്റ് ഒരു ടാപ്പായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, പിന്നെന്താ ഒരു ടാങ്ക് വേണമല്ലേ? ടാങ്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യും? സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ടാങ്ക് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെന്താ ഇത് വെള്ളം വരുന്ന കളക്ട് ചെയ്യണം അല്ലേ? ആ കളക്ട് ചെയ്യുന്നത് നമ്മൾ ഒരു ബക്കറ്റിലോ വിചാരിച്ചു. ആ ബക്കറ്റ് എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഡ്രെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ എന്താ നമുക്കെന്താ ഈ ടാങ്കിൽ നിന്ന് ബക്കറ്റിലേക്ക് വെള്ളം വരണം. അപ്പോൾ ടാങ്കിൽ നിന്ന് ബക്കറ്റിലേക്ക് വെള്ളം വരുന്ന ആ ഫ്ലോനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഈ ടാപ്പാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ടാപ്പ് തിരിക്കുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഫ്ലോനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം വേണ്ടുമെങ്കിൽ നമ്മൾ ടാപ്പ് ചെറുതായിട്ടൊന്ന് തിരിച്ചു വെക്കും. അപ്പൊ കുറഞ്ഞ വെള്ളം നമുക്ക് കിട്ടുള്ളൂ. കൂടുതൽ വെള്ളം വേണമെങ്കിൽ ടാപ്പ് നന്നായിട്ട് തിരിക്കും. ആ സമയത്ത് നമുക്ക് കൂടുതൽ വെള്ളം കിട്ടും. എവിടെ കിട്ടും? ബക്കറ്റിൽ കിട്ടും. അപ്പൊ എന്താ ടാപ്പ് ഈ ഗേറ്റ് എന്ന് പറയുന്നതായിരിക്കും ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഗേറ്റ് ആണ് ടാപ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോഴ്സ് സപ്ലൈ ചെയ്യുന്നത് ആരാ? സോഴ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്. അതായത് ടാങ്ക് സോഴ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്. കളക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഡ്രെയിനിലാണ് കളക്ട് ചെയ്യുന്നത്. സോ ബക്കറ്റ് ഡ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ദെൻ നൗ ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം നിങ്ങൾ കാണാം P എന്ന് പറയുന്നത് ഒരു ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ P എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ്. അപ്പോൾ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ P സബ്സ്ട്രേറ്റ് കൂടി വന്നിട്ട് ഒരു കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ചാനൽ കംപ്ലീറ്റ് ഡിപ്ലീറ്റ് ആയി പോകും. അപ്പൊ എന്താ ചാനൽ കംപ്ലീറ്റ് ഇവിടെ ഡിപ്ലീറ്റ് ആയി പോകും. ഡിപ്ലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്താ പിന്നെ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവോ? ഇല്ല. അതായത് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെ ഗേറ്റ് വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള P സബ്സ്ട്രേറ്റ് വളർന്നുകൊണ്ടേയിരിക്കും. ഫൈനലി എന്താവും? നമ്മുടെ ഇവിടെയുള്ള ചാനൽ കംപ്ലീറ്റ് ഡിപ്ലീറ്റ് ആവും. ചാനൽ കംപ്ലീറ്റ് ഡിപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് പിന്നെ കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് N channel and P channel D-MOSFET. Now coming to the enhancement MOSFET. Enhancement MOSFET നിങ്ങൾക്ക് കാണാം ഇവിടെ എന്താ ചാനൽ എന്ന് പറഞ്ഞതില്ല. ഓക്കെ, ചാനൽ എന്ന് പറയുന്നത് ഇല്ല. നിങ്ങൾക്ക് കാണാം സബ്സ്ട്രേറ്റ് P ആണ്, ഗേറ്റിലും കണക്ട് ചെയ്തിരിക്കുന്ന P റീജിയൻ ആണ്. ദെൻ ഡ്രെയിനും അതുപോലെ സോഴ്സും N റീജിയൻ ആണ്. N മെറ്റീരിയൽ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ചാനൽ ഇല്ല. ഇവിടെ നമ്മൾ ചാനൽ ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് ഇതിലെ ഓപ്പറേഷൻ നടക്കുക. So this is the N channel enhancement MOSFET. Whereas P channel enhancement MOSFET ആണെങ്കിൽ എന്താണ് ഇവിടെയുള്ള സബ്സ്ട്രേറ്റ് എന്തായിരിക്കും? N റീജിയൻ ആയിരിക്കും. അതുപോലെ ഡ്രെയിന് കണക്ട് ചെയ്തിട്ടുണ്ടാവുക ഒരു P റീജിയനിലായിരിക്കും. അതുപോലെ സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക ഒരു P റീജിയനിലായിരിക്കും. ഓക്കെ, നേരെ N-ഉം P-യും റിവേഴ്സ് ചെയ്യുക. അതായിരിക്കും P channel enhancement MOSFET construction. ഓക്കെ, സോ ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. Now സിമ്പിൾ ഓഫ് D-MOSFET. D-MOSFETന്റെ സിമ്പിൾ. അപ്പോൾ ഇതാണ് നമ്മളൊരു D-MOSFETന്റെ ഡയഗ്രാം. സോ അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് വരക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 3 ടെർമിനൽ, ഡ്രെയിന്, ഗേറ്റ്, സോഴ്സ്. ദെൻ സബ്സ്ട്രേറ്റിൽ നിന്ന് ഒരു ആരോ പോയിന്റിങ് ഇൻവേർഡ്. അതാണ് നമ്മുടെ ഒരു N ചാനൽ D-MOSFETന്റെ സിമ്പിൾ. N ചാനൽ D-MOSFET സിമ്പിൾ. ഓൾസോ ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ്. അതായത് നമ്മുടെ സോഴ്സിൽ നിന്ന് ഒരു ഇൻവേർഡ് പോയിന്റിങ് ആരോ കൊടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദ സിമ്പിൾ ഓഫ് D-MOSFET. N ചാനൽ D-MOSFETന്റെ സിമ്പിൾ ആണ് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നോർമലി വി വിൽ ബി യൂസിങ് ദിസ് സിമ്പിൾ ഓൺലി. ദിസ് സിമ്പിൾ. ഓക്കെ, നൗ കമ്മിങ് ടു ദ D-MOSFET. D-MOSFETന്റെ P ചാനൽ ആണെങ്കിൽ, D-MOSFETന്റെ P ചാനൽ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം
ഇവിടെ എയറോ പോയിന്റിങ് ഔട്ട്വേർഡ്. നേരത്തെ നിന്നുള്ള ആകെ ഡിഫറൻസ് എന്താണ്? നേരത്തെ എൻ ചാനൽ ആവുന്ന സമയത്ത് എന്താ? എയറോ പോയിന്റിങ് ഇൻവേർഡ് ആയിരുന്നു. പി ചാനൽ ആവുന്ന സമയത്ത് എയറോ പോയിന്റിങ് ഔട്ട്വേർഡ്. സിമിലർലി നമ്മൾ ബി ജെ ടിയിലും പഠിച്ചിട്ടുണ്ടല്ലോ, എൻ പി എന്നും പി എൻ പി, രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ടല്ലോ. എൻ പി എന്നിൽ എന്താണ്? എയറോ പോയിന്റിങ് ഔട്ട്വേർഡ്. പി എൻ പിയിൽ എയറോ പോയിന്റിങ് ഇൻവേർഡ് ആയിരുന്നു. ഓക്കെ. സിമിലർലി ഇവിടെ എന്താ? എൻ ചാനൽ D-MOSFET ആണെങ്കിൽ എയറോ പോയിന്റിങ് ഇൻവേർഡ്. പി ചാനൽ D-MOSFET ആണെങ്കിൽ എയറോ പോയിന്റിങ് ഔട്ട്വേർഡ്. ഓക്കെ. സോ ഈ സിമ്പിളും ക്ലിയർ ആയി എന്ന് കരുതുന്നു. നൗ സിമ്പിൾ ഓഫ് എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ്. ഈ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്താ? നേരത്തെ നമ്മളൊരു സ്ട്രെയിറ്റ് കണ്ടിന്യൂസ് ലൈൻ ആയിരുന്നു ഇവിടെ വരച്ചിരുന്നത് അല്ലേ? എൻഹാൻസ്മെന്റ് മോഡൽ വരുന്നപ്പോൾ എന്താ? അതൊരു ഡിസ്കണ്ടിന്യൂസ് ലൈനാണ്. അതായത് 3 ഡിസ്കണ്ടിന്യൂസ് ലൈൻ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ. സോ ദിസ് ഇസ് ദ സിമ്പിൾ ഓഫ് എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ്. ഇതാണ് എൻ ചാനല്. പി ചാനൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എയറോ വിൽ ബി പോയിന്റിങ് ഔട്ട്വേർഡ്. ഓക്കെ. സോ നമ്മുടെ എൻഹാൻസ്മെന്റ് ടൈപ്പ് അതുപോലെ ഡിപ്ലീഷൻ ടൈപ്പിന്റെയും എൻ ചാനലും പി ചാനലിന്റെയും സിമ്പിള് ക്ലിയർ ആയി മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ. നൗ മുമ്പ് നമ്മൾ ഡിഫറെന്റ് ബയാസിങ് സർക്യൂട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മോസ്ഫെറ്റിലേക്ക് ബയാസിങ് സർക്യൂട്ട്, ബയാസിങ്ങിനെ കുറിച്ച്, മോസ്ഫെറ്റിന്റെ ബയാസിങ്ങിനെ കുറിച്ച് അടുത്ത ലെക്ചറിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ബയാസിങ് സർക്യൂട്ട് ഇൻ മോസ്ഫെറ്റ് ഈസ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. ഓക്കെ. അപ്പോൾ ഇതൊരു എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ. സോ ഇവിടെ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട് വരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു RD എന്ന് പറയുന്ന ഡ്രെയിൻ റെസിസ്റ്റൻസ്, RS എന്ന് പറയുന്ന ഒരു സോഴ്സ് റെസിസ്റ്റൻസ്, ദെൻ R1 ആൻഡ് R2. നമ്മൾ ഓൾറെഡി BJT കണ്ട പോലെ തന്നെ R1 ആൻഡ് R2 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ. ആൻഡ് VDD ഇസ് ദ സപ്ലൈ. ഡ്രെയിനിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. VDD ഇസ് ദ സപ്ലൈ. സോ most widely used method to provide biasing and stabilization of MOSFET is voltage divider bias. നമ്മൾ BJT കണ്ടപോലെ തന്നെ this is the most widely used method to provide biasing and stabilization to a MOSFET, voltage divider biasing. Okay. And two resistance R1 and R2 are connected across the supply VDD. VDD എന്ന് പറയുന്ന സപ്ലൈന് അക്രോസ് R1 and R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വിൽ ബി പ്രൊവൈഡിങ് ബയാസിങ്. ഈ R1 and R2 റെസിസ്റ്റൻസ് വിൽ ബി പ്രൊവൈഡിങ് ബയാസിങ്. സിമിലർലി ഇവിടെ RD എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ദിസ് ഡ്രെയിൻ റെസിസ്റ്റൻസ് വിൽ ബി പ്രൊവൈഡിങ് ദ സ്റ്റെബിലൈസേഷൻ. ഈ ഡ്രെയിൻ റെസിസ്റ്റൻസ് വിൽ ബി പ്രൊവൈഡിങ് ദ സ്റ്റെബിലൈസേഷൻ. ആൻഡ് ദ R1 and R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വിൽ ബി forming voltage divider. R1 and R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് will be forming voltage divider. Okay. Now ഒരു ബേസിക് മോസ്ഫെറ്റ് ആംപ്ലിഫയർ, ഇതാണ് ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് വെച്ചിട്ടുള്ള ഒരു ബേസിക് മോസ്ഫെറ്റ് ആംപ്ലിഫയർ ആണ് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് എ കോമൺ സോഴ്സ് ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. സോ ദിസ് ഈസ് എ കോമൺ സോഴ്സ് മോസ്ഫെറ്റ് ആംപ്ലിഫയർ സർക്യൂട്ട്. ഓക്കെ. ആൻഡ് ദിസ് ഈസ് ഓൾസോ എൻ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ്. നിങ്ങൾക്ക് സിമ്പിൾ വരച്ച് നിന്ന് നിങ്ങൾക്ക് കാണാം. ദിസ് ഈസ് ഇവിടെ എന്താ ഡിസ്ക്രീറ്റ് ആയിട്ടാണല്ലോ, കണ്ടിന്യൂസ് ആയിട്ടല്ല വരച്ചത്. സോ ദിസ് ഈസ് എൻ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ്. സോ എൻഹാൻസ്മെന്റ് മോഡ് കോമൺ സോഴ്സ് മോസ്ഫെറ്റ് ആംപ്ലിഫയർ വിത്ത് സിംഗിൾ സപ്ലൈ, ഒരു സിംഗിൾ സപ്ലൈ അറ്റ് ഡ്രെയിൻ, ആൻഡ് ഇറ്റ് വിൽ ബി ജനറേറ്റിംഗ് ഒരു വോൾട്ടേജ് VG എന്ന് പറയുന്ന വോൾട്ടേജ് ആണ് ഇൻപുട്ടിൽ ജനറേറ്റ് ചെയ്യുന്നത്. സോ ദിസ് വോൾട്ടേജ് VG വിൽ ബി generating by the use of this voltage divider resistor R1 and R2. Okay. And ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, VGS എന്ന് പറയുന്ന വോൾട്ടേജ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് VG മൈനസ് VS. അതായത് VGS എന്ന് പറയുന്ന ഇവിടെയുള്ള ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് വിച്ച് വി ക്യാൻ റൈറ്റ് VG മൈനസ് VS, VG മൈനസ് VS. ഓൾസോ VDS എന്ന് പറയുന്ന ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ്, VDS എന്ന് പറയുന്ന ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് നമുക്ക് എങ്ങനെ എഴുതാം? VD മൈനസ് VS എന്ന് എഴുതാം. VD മൈനസ് VS. സോ ഈ ഒരു രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. കാരണം നമുക്ക് ഡെറിവേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇക്വേഷൻസ് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. സോ നമ്മളിനി ഈ ഒരു മോസ്ഫെറ്റിന്റെ ഒരു കോമൺ സോഴ്സ് മോസ്ഫെറ്റിന്റെ
അനാലിസിസ് എങ്ങനെയാ ചെയ്യാന്നുള്ള കാണാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് രണ്ട് പാരാമീറ്റർ VDD ആൻഡ് RD ആണ്. VDDയും അതുപോലെ ഇവിടെയുള്ള ഡ്രെയിൻ റെസിസ്റ്റൻസ് RD ആണ് നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇനീഷ്യലി ഒരു ലൂപ്പ് നമ്മൾ എടുക്കുകയാണ്. ഈ VDD, RD, നമ്മുടെ ഈ മോസ്ഫെറ്റ്, അതുപോലെ ഇവിടെയുള്ള സോഴ്സ് റെസിസ്റ്റൻസ്, ഗ്രൗണ്ട്, ഈ ഒരു ലൂപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ, VDD, RD, VDS, RS, ദെൻ ഗ്രൗണ്ട്, ഈ ഒരു ലൂപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഏതാണ് കിർച്ചോഫ് ലോ വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ VDD which can be written as ID VDD will be equal to ID RD. ഓക്കെ, ID എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ കറണ്ട്, ദെൻ RD is the ഡ്രെയിൻ റെസിസ്റ്റൻസ്, ദെൻ ഇവിടെയുള്ള വോൾട്ടേജ് എന്താണ് VDS ആണ്, പ്ലസ് VDS പ്ലസ് ഇവിടെയുള്ള റെസിസ്റ്റൻസ് RS ആണ്, സോഴ്സിലുള്ള റെസിസ്റ്റൻസ് RS ആണ്, RS ഇൻറ്റു ഇവിടെയുള്ള കറണ്ട് IS ആണ്, സോ IS. ഓക്കെ, VDD ഈക്വൽ ടു ID RD പ്ലസ് VDS പ്ലസ് ISRS. സോ ഇവിടെ നമ്മൾ ഒരു അപ്രോക്സിമേഷൻ എടുക്കുകയാണ്. ID എന്ന് പറയുന്ന ഡ്രെയിൻ കറണ്ട് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IS എന്ന് പറയുന്ന സോഴ്സ് കറണ്ട്. IS അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ID ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ISന് പകരം എന്ത് എഴുതാം, ID എന്ന് എഴുതി കൂടെ. സോ VDD വിൽ ബി ഈക്വൽ ടു ID RD പ്ലസ് VDS പ്ലസ് ID RS. ISന് പകരം ID കൊടുത്തു. ഓക്കെ, സോ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ VDD ഈക്വൽ ടു ID ഇൻറ്റു RD പ്ലസ് RS പ്ലസ് VDS. VDD ഈക്വൽ ടു ID ഇൻറ്റു RD പ്ലസ് RS പ്ലസ് VDS എന്ന് നമുക്ക് എഴുതാം. സോ ദിസ് ഈസ് വൺ മേജർ ഇക്വേഷൻ ആൻഡ് വി വിൽ നോട്ട് ആസ് ഇക്വേഷൻ നമ്പർ 1. VDD എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു ID ഇൻറ്റു RD പ്ലസ് RS plus VDS. Okay, so this is our equation number 1. Okay, now same നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ തന്നെ നേരെ ഇവിടെ എടുത്ത് എഴുതി. VDD ഈക്വൽ ടു ID ഇൻറ്റു RD പ്ലസ് RS പ്ലസ് VDS എന്ന് എടുത്ത് എഴുതി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് RD പ്ലസ് RS കണ്ടുപിടിക്കുകയാണെങ്കിൽ RD പ്ലസ് RS വിൽ ബി ഈക്വൽ ടു VDD മൈനസ് VDS ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ID. സോ RD പ്ലസ് RS നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് ഓൾറെഡി VDD നമ്മൾ കണ്ടുപിടിച്ചു, ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ട RD ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ RD പ്ലസ് RS വിൽ ബി ഈക്വൽ ടു VDD മൈനസ് VDS ഡിവൈഡഡ് ബൈ ID എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ അതിൽ നിന്ന് നമ്മൾ RD എഴുതുകയാണെങ്കിൽ RD വിൽ ബി ഈക്വൽ ടു VDD മൈനസ് VDS ഡിവൈഡഡ് ബൈ ID മൈനസ് RS എന്ന് എഴുതാം. ഓക്കെ, fine. So this is our equation number 2. Okay, this is our equation number 2. Also ഈ RS എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ്, RS എന്ന് പറയുന്ന ഇവിടെയുള്ള സോഴ്സ് റെസിസ്റ്റൻസ് ആണ്. ആ സോഴ്സ് റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെയുള്ള വോൾട്ടേജ്, സോഴ്സിലുള്ള വോൾട്ടേജ് VS ആണ്, ഇവിടെ ഗ്രൗണ്ട് ആണ്. സോ VS ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള കറണ്ട് എന്താണ് IS, VS ബൈ IS എന്ന് എഴുതാം. ഓക്കെ, ഇവിടെയുള്ള വോൾട്ടേജ്, അതായത് സോഴ്സിലുള്ള വോൾട്ടേജ്, ഇവിടെയുള്ള വോൾട്ടേജ് VS ആണ്. ഓക്കെ, ഇവിടെയുള്ള വോൾട്ടേജ് VS ആണ്, ഇവിടെ ഗ്രൗണ്ട് ആണ്, സീറോ പൊട്ടൻഷ്യൽ ആണ്. സോ ഈ RS എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം, VS ഡിവൈഡഡ് ബൈ ഇവിടെ ഒഴുകുന്ന കറണ്ട് IS ആണ്. സോ നമ്മൾ നേരത്തെ ഒരു അപ്രോക്സിമേഷൻ എടുത്തിട്ടുണ്ട്, ID അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IS. സോ ISന് പകരം നമുക്ക് ഇവിടെ ID സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ RS വിൽ ബി ഈക്വൽ ടു VS ബൈ ID എന്ന് എടുക്കാം. ഓക്കെ, സോ ഈ ഇക്വേഷനിൽ RSന് പകരം നമ്മൾ VS ബൈ ID എന്ന് എഴുതുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് RD ഈക്വൽ ടു VDD മൈനസ് VDS ബൈ ID. സെയിം ടേം തന്നെ ഇവിടെ RSന് പകരം എന്താ VS ബൈ ID എന്ന് എഴുതാം, VS ബൈ ID എന്ന് എഴുതാം. ഓക്കെ, സോ സെയിം ഇക്വേഷൻ നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ വീണ്ടും എടുത്ത് എഴുതി. ഓക്കെ, ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, RD വിൽ ബി ഈക്വൽ ടു VDD മൈനസ് ഇവിടെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ VDD മൈനസ് VDS പ്ലസ് VS എന്ന് കിട്ടും. VDS പ്ലസ് VS ഡിനോമിനേറ്റർ കോമൺ ആണ്, ഡിവൈഡഡ് ബൈ ID. ഓക്കെ, RD ഈക്വൽ ടു VDD മൈനസ് VDS പ്ലസ് VS divided by ID. This is our equation number 3. Okay.
Now, ഈ വി ഡി എസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, വി ഡി എസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? വി ഡി എസ് എന്ന് പറയുന്ന വോൾട്ടേജ് എങ്ങനെ എഴുതാം? വി ഡി മൈനസ് വി എസ് എന്ന് എഴുതാം. വി ഡി മൈനസ് വി എസ് എന്ന് എഴുതാം അല്ലേ? സോ ഇതിൽ നിന്ന് നമ്മൾ വി ഡി എടുത്ത് എഴുതുകയാണെങ്കിൽ വി ഡി വിൽ ബി ഈക്വൽ ടു വി ഡി എസ് പ്ലസ് വി എസ് അല്ലേ? വി ഡി ഈക്വൽ ടു വി ഡി എസ് പ്ലസ് വി എസ് എന്ന് എഴുതാം. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ടോ? ഇവിടെ വി ഡി എസ് പ്ലസ് വി എസ് എന്ന് കണ്ടോ? അപ്പൊ നമുക്ക് ഇവിടെ വി ഡി എസ് പ്ലസ് വി എസ് എന്താ കിട്ടിയത്? വി ഡി എന്ന് കിട്ടിയിട്ടുണ്ട്. സോ എന്താ ഇവിടെ നമ്മൾ എന്താ വി ഡി എസ് പ്ലസ് വി എസിന് പകരം വി ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ്, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ ഇക്വേഷൻ നമ്പർ 4 in 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആർ ഡി വിൽ ബി ഈക്വൽ ടു വി ഡി ഡി മൈനസ് ഈ വി ഡി എസ് പ്ലസ് വി എസിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു? വി ഡി എഴുതുന്നു. വി ഡി ഡിവൈഡഡ് ബൈ ഐ ഡി. സോ ദിസ് ഈസ് അവർ മേജർ equation. RD will be equal to VDD minus VD divided by ID. So നമ്മൾ VDD കണ്ടുപിടിച്ചു, അതുപോലെ RD യും കണ്ടുപിടിച്ചു. Okay, fine. This is our equation number 5. Okay. Now we have to calculate VGS and VG. VGS ഉം VG യും എവിടെയാണ്? VGS എന്ന് പറഞ്ഞ വോൾട്ടേജ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്. അതുപോലെ ഇവിടെയുള്ള ഗേറ്റിലുള്ള വോൾട്ടേജ് ആണ് വി ജി എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് വി ജി എസ് ആൻഡ് വി ജി. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വി ജി എസ് എന്ന് പറഞ്ഞത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? വി ജി മൈനസ് വി എസ്, വി ജി മൈനസ് വി എസ് എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് വി ജി എസ് ഈക്വൽ ടു വി ജി മൈനസ് വി എസ് എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 6. ആ ഇക്വേഷൻസ് നമ്പർ ഇട്ട് പോകുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരു നോട്ടിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട്, കാരണം ഇത് സ്ലൈഡിൽ പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഒരു നോട്ടായിട്ട് ഇങ്ങനെ എഴുതി പോകുന്ന സമയത്ത് എന്താ ഒരു കണ്ടിന്യൂഷനിൽ നമുക്ക് കിട്ടും. സോ വി ജി എസ് ഈക്വൽ ടു വി ജി മൈനസ് വി എസ്. ഓക്കെ, നൗ ഈ വി എസിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെയുള്ള വോൾട്ടേജ് ആണ് വി എസ്. ഓക്കെ, ഇവിടെയുള്ള കറണ്ട് ആണ് ഐ എസ്. ഓക്കെ, ഇവിടെയുള്ള റെസിസ്റ്റൻസ് ആണ് ആർ എസ്. സോ ഈ വി എസിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്നുള്ള ഫോമാറ്റിൽ എഴുതുന്ന സമയത്ത് എന്ത് എഴുതാം? ഐ എസ് ഇൻറ്റു ആർ എസ് എന്ന് എഴുതാം. സോ വി ജി എസ് ഈക്വൽ ടു വി ജി മൈനസ് ഈ വി എസിന് പകരം ഐ എസ് ഇൻറ്റു ആർ എസ് എന്ന് എഴുതാം. നമുക്കറിയാം ഐ എസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ ഡി ആണ്. സോ ഇവിടെ എന്താവും? ഐ എസിന് പകരം ഐ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ജി എസ് ഈക്വൽ ടു വി ജി മൈനസ് ഐ ഡി ഇൻറ്റു ആർ എസ്. ഓക്കെ, വി ജി എസ് ഈക്വൽ ടു വി ജി മൈനസ് ഐ ഡി ഇൻറ്റു ആർ എസ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 7. സോ വി ജി എസും നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, വി ജി എസ് ഈക്വൽ ടു വി ജി മൈനസ് ഐ ഡി ഇൻറ്റു ആർ എസ്. ഓക്കെ, നൗ വി ഹാവ് ടു ഫൈൻഡ് വി ജി. വി ജി എന്ന് പറയുന്നത് ഇവിടെയാണ്. വി ജി നമുക്ക് കണ്ടുപിടിക്കണം. സോ നമ്മളൊരു ലൂപ്പ് എടുക്കുകയാണ്. ഈ ഒരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ വി ഡി ഡി R1 വി ജി R2 ഗ്രൗണ്ട്. ഓക്കെ, സോ വി ജി എന്ന് പറയുന്നത് ഏതിന് അക്രോസ് ഈ R2 അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലേ ഈ വി ജി എന്ന് പറയുന്നത്? വി ജി എന്ന് പറയുന്നത് ഈ R2 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. സോ ഈ ഒരു സർക്യൂട്ടിൽ നമ്മളൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടായിട്ട് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റില്ലേ? അതായത് ഇങ്ങനെ വരും, ഇവിടെ ഒരു വി ഡി ഡി, ഇവിടെ എന്താ ഒരു R1 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ്, ഇവിടെയാണ് എന്ത് R2, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് വി ജി. സോ ഇവിടെ നമ്മളൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടായിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ഓക്കെ, എന്താണ്? വി ജി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി ജി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ടോട്ടൽ വോൾട്ടേജ് വി ഡി ഡി ഇൻറ്റു ഈ വി ജിക്ക് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് എന്താണ്? R2 ആണ് അവിടെയുള്ള റെസിസ്റ്റൻസ്, ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്. ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ? R1 പ്ലസ് R2. R1 പ്ലസ് R2 ആണ് ഇവിടെയുള്ള total resistance. So Vg will be equal to VDD into R2 divided by R1 plus R2.
ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആയിട്ട് എടുക്കാൻ, സോറി, വോൾട്ടേജ് ഡിവിഷൻ റൂൾ പ്രകാരം വി ജി വിൽ ബി ഈക്വൽ ടു വി ഡി ഡി ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, ക്ലിയർ അല്ലേ? സോ Vg is equal to VDD into R2 divided by R1 plus R2 എന്ന് എഴുതാം. ഓക്കെ, സോ ഇത് റീഅറേഞ്ച് ചെയ്തുന്ന സമയത്ത് Vg is equal to VDD into R2 divided by R1 plus R2. This is our equation number 8. So this is the basic MOSFET amplifier analysis. ഒരു കോമൺ സോഴ്സ് MOSFET ആംപ്ലിഫയറിന്റെ അനാലിസിസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. സോ ഇവിടെ നമ്മൾ എന്തൊക്കെ പാരാമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു? ഒന്ന് വി ഡി ഡി കണ്ടുപിടിച്ചു, ആർ ഡി കണ്ടുപിടിച്ചു, വി ജി എസ് കണ്ടുപിടിച്ചു, വി ജി കണ്ടുപിടിച്ചു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, സോ വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം ചെയ്യാണ്, വേറൊന്നുമില്ല. ആദ്യം എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വി ഡി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഒരു ലൂപ്പ് എടുക്കുകയാണ്. ഈ ഒരു ലൂപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? വി ഡി ഡി ഈക്വൽ ടു ഐ ഡി ആർ ഡി പ്ലസ് വി ഡി എസ് പ്ലസ് ഐ എസ് ആർ എസ്. സോ ഇവിടെ എന്താ? ഐ എസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ ഡി എടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി ഡി ഡി ഈക്വൽ ടു ഐ ഡി ആർ ഡി പ്ലസ് വി ഡി എസ് പ്ലസ് ഐ ഡി ഇൻറ്റു ആർ എസ്. സോ ഐ ഡി കോമൺ ആയിട്ട് എടുത്ത് റീഅറേഞ്ച് ചെയ്തുന്ന സമയത്ത് വി ഡി ഡി ഈക്വൽ ടു ഐ ഡി ഇൻറ്റു ആർ ഡി പ്ലസ് ആർ എസ് ഇൻറ്റു ആർ എസ് പ്ലസ് വി ഡി എസ് എന്ന് കിട്ടി. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ അപ്പോൾ നമുക്ക് വി ഡി ഡി ഇവിടെ കിട്ടി. ഓക്കെ, നൗ നമുക്ക് എന്താ? ആർ ഡി കണ്ടുപിടിക്കണം. സോ ഇതിൽ നിന്ന് ആർ ഡി വരുന്ന ടേം മാത്രമായിട്ട് എടുക്കുന്ന സമയത്ത് ആർ ഡി പ്ലസ് ആർ എസ്, ആർ ഡി പ്ലസ് ആർ എസ് നമുക്ക് എങ്ങനെ എഴുതാം? വി ഡി ഡി മൈനസ് വി ഡി എസ് ഡിവൈഡഡ് ബൈ ഐ ഡി എന്ന് എഴുതാം. ആർ എസ് ഇപ്പുറം കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ വരും. ഇനി ആർ എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമുക്കറിയാം വോൾട്ടേജ് വി എസ് ആണ്, ഇതിൽ ഒഴുകുന്ന കറണ്ട് ഐ എസ് ആണ്, ഐ എസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ ഡി ആണ്. സോ നമുക്ക് ഈ ആർ എസ് എന്ന് പറയുന്നതിനെ വി എസ് ബൈ ഐ ഡി എന്ന് എഴുതാം. ഓക്കെ, സോ വി എസ് ബൈ ഐ ഡി എന്ന് എഴുതുന്നു, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അത് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? ആർ ഡി ഈക്വൽ ടു വി ഡി ഡി മൈനസ് വി ഡി എസ് പ്ലസ് വി എസ് ഡിവൈഡഡ് ബൈ വി ഡി എന്ന് ഐ ഡി എന്ന് കിട്ടും. സോ നമുക്ക് ഓൾറെഡി വി ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. വി ഡി എസ് ഈക്വൽ ടു വി ഡി മൈനസ് വി എസ് ആണെന്ന് അറിയാം. ഓക്കെ, സോ അതിൽ നിന്ന് വി ഡി ഈക്വൽ ടു വി ഡി എസ് പ്ലസ് വി എസ്. സോ ഇവിടെയുള്ള വി ഡി എസ് പ്ലസ് വി എസിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? വി ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ആർ ഡി ഈക്വൽ ടു വി ഡി ഡി മൈനസ് വി ഡി ഡിവൈഡഡ് ബൈ ഐ ഡി എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി ജി എസും കണ്ടുപിടിക്കണം, വി ജിയും കണ്ടുപിടിക്കണം. ഓക്കെ, സോ വി ജി എസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ജി എസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, വി ജി മൈനസ് വി എസ് എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി എന്താ? വി എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ? ഇതൊരു വോൾട്ടേജ് ആണ്. സോ അതിനെ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടേമിൽ എഴുതി വെക്കുന്നു. ഐ എസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്? ഐ ഡി ആണ്. സോ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് വി ജി എസ് നമുക്ക് എങ്ങനെ കിട്ടി? വി ജി എസ് ഈക്വൽ ടു വി ജി മൈനസ് ഐ ഡി ആർ എസ്. ഓക്കെ, നൗ വി ജി കണ്ടുപിടിക്കണം. വി ജി കണ്ടുപിടിക്കാൻ എന്താ? ഈ ഒരു ലൂപ്പിൽ എന്താ? നമ്മൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യും. സോ വി ജി ആർ ടു നെക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. സോ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വി ജി ഇസ് ഈക്വൽ ടു വി ഡി ഡി ഇൻറ്റു ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു എന്ന് നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് ദ ബേസിക് മോസ്ഫെറ്റ് ആംപ്ലിഫയർ അനാലിസിസ്. ഓക്കെ, സോ ഇത് വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. നിങ്ങൾ എന്താ ജസ്റ്റ് ഒന്ന് നോട്ടിലൊന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുകളയരുത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ മോസ്ഫെറ്റിന്റെ ബയാസിങ് കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും. സോ വിത്ത് ദിസ് ഐ എം കൺക്ലൂഡിങ് ടുഡേയ്സ് ക്ലാസ്.